ഡാഡി നോക്ക്, ആന്റി എനിക്ക് ഇട്ടുന്നതാ. അമ്മേ ഇത് കണ്ടോ? മോളുടെ കട്ടിലോട്ട് നോക്കിയേ. കുഞ്ഞിനെയാണ് അങ്ങ് മയക്കി എടുത്തിരിക്കുക. അമ്മേ വീട് പോലെ തന്നെ ആയിരിക്കുമോ ആഭരണങ്ങളും? ശരിയാടാ, വല്ല ഇമിറ്റേഷൻ വല്ല ആയിരിക്കും. അമ്പത് പവനം കൊണ്ടാ വന്നത് പോലെ എങ്ങനെ വിശ്വസിക്കും? ഊരടിയല്ല അമ്മ, ഇതൊക്കെ സ്വർണ്ണമാണ്. സ്വർണ്ണം പോലും അത് നീ പറഞ്ഞാൽ പാടില്ല. ഊരടി മൊഴിയുണ്ട്. എന്താണ് തുറച്ചു നോക്കുന്നത്? നിന്റെ കണ്ണ് ഞാൻ പറഞ്ഞിടത്തോളെ. നിന്റെ തന്ത ഇവിടെ അലക്കാരെയൊന്നും അയച്ചു തന്നിട്ടില്ല. ആവശ്യത്തിന് ജോലിക്കാരെ വയ്ക്കാൻ ഇവിടെ ആരും സമ്പാദിച്ചു വെച്ചിട്ടില്ല. മുക്കിയാണ് തറ അടയ്ക്കുന്നത്. തറ ചീറ്റാവില്ലേ? പോയി നല്ലവണ്ണം തുടയ്ക്കാം. അവിടെ തുറപ്പുണ്ടില്ലേ? എന്നെ കാല് പിടിച്ച് ഓടിക്കാൻ നോക്കുന്നു. അവളുടെ ഒരു കള്ളക്കടച്ചിലുണ്ടല്ലേ, പക്ഷെ ചവിട്ടിണ്ടല്ലോ. ഇത് മോഹൻ എനിക്ക് പൊടിയപ്പെട്ടു. കുഞ്ഞിന് ഇത് ഇഷ്ടമല്ലല്ലോ. ഞാൻ ഉപ്പ ഉണ്ടാക്കിയിട്ടുണ്ട്, ഇപ്പൊ കൊണ്ടുവരാം. ഓരോരുത്തർക്ക് അവരോരോ ഇഷ്ടത്തിന് വെച്ച് വിളമ്പാനുള്ള വകയൊന്നും ഇവിടെ ഇല്ല. ആരും കൊണ്ടുവന്നിട്ടുമില്ല. വേണമെങ്കിൽ ഇവിടെ എന്തുണ്ടാക്കുന്നോ അത് കഴിച്ചോണം. അല്ല, കുഞ്ഞെവിടെ പോയി? ഞാൻ ഇങ്ങിതാ വയ്ക്കോ. അശോ, എന്റെ മോളെങ്ങനെ പിണങ്ങിയിരിക്കുന്നത്? അമ്മ തമാശ പറഞ്ഞതല്ലേ, വിശന്നിരിക്കരുത്. ഇത് കഴിക്കുമോളെ. എനിക്ക് വിശക്കുന്നില്ല. അത് പറഞ്ഞാൽ ഈ അമ്മ സമ്മതിക്കത്തില്ല. എന്റെ മോൾ ഇത് കഴിക്ക്. എനിക്ക് വേണ്ടഞ്ഞിട്ടമ്മേ. കുമാരന്റെ പാചകമായതുകൊണ്ടാണോ? സാരല്ല, നാളെ മുതൽ അമ്മ തന്നെ വെച്ച് വിളമ്പിത്തരാം. എന്റെ മോളിത് കഴിക്ക്. എനിക്ക് വേണ്ടെന്ന് പറഞ്ഞില്ല അമ്മേ. പഞ്ചസാര ഇടണോ? പാലൊഴിക്കണോ? കഴിക്കടി, കഴിക്കാനാണ്. പ്രിയപ്പെട്ട
ഭർത്താവ് വരുമ്പോ പറഞ്ഞു കൊടുക്ക്. എന്നെ പറഞ്ഞു കൊടുക്ക്. ചോദിക്കാൻ അവൻ ഇങ്ങോട്ട് വരട്ടെ. അപ്പോഴേ അവനും നിനക്കും ഈ സൗമനി ആരാണെന്ന് മനസ്സിലാവും. അവളൊരു ഉത്തരവാദി. ആ പാവപ്പെട്ട പെൺകുട്ടി അവിടെ അനുഭവിക്കുന്ന ദുരിതങ്ങളൊക്കെ അച്ഛനും വായിച്ചതല്ലേ? അവളെ ആ നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്താൻ എന്തെങ്കിലും ഒരു വഴി പറഞ്ഞു വെച്ച? ഒരു വഴിയേ ഉള്ളൂ, നിയമത്തിന്റെ വഴി, ഡൈവോഴ്സ്. അവളെ ഇഷ്ടമാണ് അച്ഛാ. എങ്കിൽ അവൻ അവളെ അവിടെ ഇറക്കിക്കൊണ്ട് പോരട്ടെ, അവന്റെ കൂടെ താമസിപ്പിക്കട്ടെ. ആ ധൈര്യം നിങ്ങൾ കാണിക്കുമോ? രാജേന്ദ്ര സാർ, ഒന്നും പറയാനില്ലേ? രാധ സ്വന്തം അനിയത്തിയാണെന്ന് പറയാറുള്ള ആളല്ലേ സാർ? അതേ അർച്ചനെ, ആ വേദനയാണ് ഞാൻ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ പറഞ്ഞെങ്കിൽ ഒരു ചേട്ടന്റെ കടമ തീരുമോ? പറയൂ സാർ, പറയൂ. പറയാനില്ലാഞ്ഞിട്ടല്ല, പറയാൻ മടിച്ചിട്ടുമല്ല, പറയേണ്ടത് ആരോടെന്ന് അറിഞ്ഞുകൂടാഞ്ഞിട്ടാണ്. അവൾ ഈ വിവാഹത്തിന് സമ്മതിപ്പിച്ച ഞാനാണ്. തെറ്റുകാരി ഞാനാണ്. ഹലോ, ടാക്സി സ്റ്റാൻഡ് അല്ലേ? ഉടനെ ഒരു കാർ അങ്ങോട്ട് അയക്കണം, സൗമനി നമ്മുടെ വീട്ടിലേക്ക്. അതെ അതെ അതെ, അവിടെ തന്നെ. അറിയാലോ. ആ ആ മോനെ, നീ വന്നോ? നന്നായി. ആ ഭാനുമതി അമ്മയ്ക്ക് തീരെ സുഖമില്ലെന്ന് ഇപ്പോഴാ ഫോൺ വന്നത്. ഞാൻ ടാക്സി വിളിക്കായിരുന്നു. നിന്റെ ചേട്ടൻ എപ്പോഴാ ക്ലബിൽ നിന്ന് വരാന്നറിയില്ലല്ലോ. നീ ഒന്ന് ഞങ്ങളുടെ കൂടെ വാ. ശരി അമ്മേ. ആ എന്താ ഇങ്ങനെ നോക്കുന്നേ? നിനക്കെന്താ ഒരു ആഹ്ലാദം? ഇവിടെ സങ്കടപ്പെടാൻ എന്തിരിക്കുന്നു? അച്ഛനും അമ്മയൊക്കെ അവർക്ക് വിഷമം കാണില്ലേ? സംഭവിച്ചത് അങ്ങനെയല്ലേ? അവരെയും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. ഞാനൊരു കാര്യം പറയട്ടെ? എന്തു പറ്റി? പറ്റേണ്ടത് പറ്റി. എന്നുവെച്ചാ? അമ്മ അറിഞ്ഞോ? സമയം നോക്കി ഞാൻ പറഞ്ഞോളാം. ചേട്ടൻ അറിയാത്ത ഭാവം നടിച്ചാ മതി. ഈ വീടുമായി പണ്ട് വലിയ ബന്ധത്തിലായിരുന്നു ഭാനുമതി അമ്മ. കിടപ്പിലാണത്രേ. കണ്ടിട്ടുടനെ വന്നേക്കാം. വാ. വാ, കേറിക്കും മോളെ.
അമ്മേ അമ്മേ അമ്മേനെ അമ്മേനെ എവിടെ പോയി വീട് ആരും എത്രന്ന് പറയും? 20 രൂപ. 20 രൂപയോ? ആ, ഇത്ര അടുത്ത് പോയതിനോ? ഈ രാത്രിയിലെ ഓട്ടത്തിന് ഈ കാശ് കിട്ടണം, ഇല്ലേ മുതലാവില്ല. അമ്മേ, എന്റെ അനിയന്റെ ഭാര്യ അമ്മയെ വിളിക്കാൻ നിനക്ക് എന്ത് യോഗ്യത? ഒന്നും പറയണ്ട, ഒന്നും പറയടാ. പിടിച്ചമ്മേ, ക്ലബിൽ നിന്ന് ഞാൻ വന്ന് പറഞ്ഞപ്പോ ഇവൻ വിളിച്ച് ചോദിച്ചു തലവേദനയ്ക്കുള്ള മരുന്നുണ്ടോ. അനിയന്റെ ഭാര്യ എന്റെ അനിയത്തിയല്ലേ അമ്മേ, ഞാൻ മരുന്നുമായി വന്നു. നീ പറവണേ എന്ത് പറയാനമ്മേ, ഇവ എന്നെ കയറി പിടിച്ചു ഭയങ്കരമായിരുന്നു. ഇത് കണ്ടില്ലേ, നിങ്ങൾ വന്നുകൊണ്ട് ഞാൻ രക്ഷപ്പെട്ടു. ഇങ്ങനെയാണെങ്കിൽ ഇവിടെ കഴിയാൻ വലിയ ബുദ്ധിമുട്ടാണ്. പറഞ്ഞു പറ്റിച്ച് ഈ കുടുംബത്തിൽ കയറി വന്നവരടി നീ, നിന്നെ വിശ്വസിക്കണം. ഒരു കാമ പിശാചിനെയാടാ നിന്റെ തലയിൽ അമ്മ കെട്ടിവെച്ചിരിക്കുന്നത്. നിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല, നമ്മുടെ അമ്മയെ പറഞ്ഞാ മതി. എന്തുണ്ടാ ചേട്ടാ? നിങ്ങൾ പുറത്തു പോയപ്പോ അവൾക്ക് എന്നെ കാണോ? ഞെട്ടണ്ട, കേറി ചെന്ന് അവളോട് ചോദിക്ക. എന്റെ മക്കളെ നീ നശിപ്പിക്കും, ഈ കുടുംബം നീ നശിപ്പിക്കും. എല്ലാ നീ എന്ത് പറയാനാ ഞാൻ? വിശ്വസിക്കൂ, നിരപരാധിയാണ്. ചേട്ടൻ ഇങ്ങോട്ട് വന്ന് എന്നെ പിടിച്ചത്. എന്റെ പേരിൽ കള്ളക്കഥ ഉണ്ടാക്കാണ്. എന്നെ വിശ്വസിക്കൂ ചേട്ടാ. എന്റെ വയറ്റിൽ വളർന്ന ചേട്ടന്റെ കുഞ്ഞിനെ തൊട്ട് സത്യം ചെയ്യാം, ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല.
ഞാൻ നിന്നെ വിശ്വസിക്കുന്നു മോളെ. നീ ഒരു തെറ്റും ചെയ്യില്ലെന്ന് എനിക്കറിയാം.